ഹലോ സുഹൃത്ത്, നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 18, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില കറണ്ട് അഫേഴ്സ് ആണ്. ഡിസംബറോടെ കേരളം 100% ആന്റിബയോട്ടിക് സാക്ഷരത ലക്ഷ്യമിടുന്നു. G7 ഉച്ചകോടി ഇന്നാണ്. ഇന്ന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പങ്കെടുക്കുകയാണ്. മനേസറിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗതിശക്തി കാർഗോ ടെർമിനൽ ആരംഭിച്ചു. എവിടെയാണ് മനേശ്വർ? മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫേഴ്സ് രാജ്യത്തെ ഏറ്റവും വലിയ ക്യാമ്പയിൻ ജൂൺ 15 ആരംഭിച്ചു. ആ ക്യാമ്പയിൻ്റെ പേരെന്താണ്? ഇത്തരത്തിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: കേരള എയിംസ് അറ്റ് 100% ആൻറ്റിബയോട്ടിക് ലിറ്ററസി ബൈ ഡിസംബർ. ഡിസംബറോടെ കേരളം 100% ആൻറ്റിബയോട്ടിക് സാക്ഷരത ലക്ഷ്യമിടുന്നു. ഹെൽത്ത് ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ആൻറ്റിബയോട്ടിക് സാക്ഷരതയുള്ള സംസ്ഥാനമാകാനുള്ള 2025 ഡിസംബർ അവസാന തീയതി നിലനിർത്താൻ ഏത് സംസ്ഥാനമാണ് പ്രവർത്തിക്കുന്നത്? കേരളം വരാൻ പോകുന്ന ഡിസംബറോടുകൂടി കേരളത്തിൽ 100% ലിറ്ററസി, അതായത് ആൻറ്റിബയോട്ടിക്സിനെ കുറിച്ചുള്ള ഒരു നോളജ് ഏവർക്കും നൽകുന്ന ഒരു ക്യാമ്പയിൻ ആണ് ആരംഭിച്ചിട്ടുള്ളത്. അതായത് ഈ വർഷം ഡിസംബറോടുകൂടി കേരളം പൂർണ്ണമായിട്ടും ആൻറ്റിബയോട്ടിക് സാക്ഷരതയുള്ള ഒരു സംസ്ഥാനമായിട്ട് മാറാനുള്ള, അതായത് ആദ്യത്തെ സംസ്ഥാനമായിട്ട് മാറാനുള്ള ശ്രമത്തിലാണത്. ഇതിൻ്റെ ഭാഗമായിട്ട് ആൻറ്റിബയോട്ടിക്സിനെ കുറിച്ചും അതിനനുസരിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ഓരോ വ്യക്തികളെയും അത് അറിയിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ ഇത് കേരള ഗവൺമെൻറ് ആരംഭിച്ചിരിക്കുകയാണ്. അതായത് വരാൻ പോകുന്ന ഡിസംബറോടുകൂടി കേരളത്തിൽ പൂർണ്ണമായിട്ടും എല്ലാവർക്കും ആൻറ്റിബയോട്ടിക്കിനെ കുറിച്ചുള്ള ഒരു നോളജ്, ഒരു ലിറ്ററസി ഉണ്ടാകും. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്. 2025 ഏത് മാസത്തോടെ ശരിയായ കുറിപ്പടിയില്ലാതെ ഒരു ആൻറ്റിബയോട്ടിക്കും വിതരണം ചെയ്യില്ലെന്ന് കേരളം ലക്ഷ്യമിടുന്നു? 2025 ഡിസംബർ. വരാൻ പോകുന്ന ഡിസംബർ, ഈ വർഷം മുതൽ ഇനി പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ, ഡോക്ടറിൻ്റെ കുറിപ്പടിയില്ലാതെ ഇനി ആൻറ്റിബയോട്ടിക്സ് കിട്ടില്ല എന്ന ലെവലിലേക്കുള്ള ഒരു ക്യാമ്പയിൻ ആണ് ആരംഭിച്ചിട്ടുള്ളത്. അതായത് ഡിസംബറോട് കൂടി ഇനിയിപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക്സ് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കിട്ടില്ല എന്ന ലെവലിലുള്ള ഒരു നീക്കമാണ് നടക്കാൻ പോകുന്നത്. എല്ലാ വർഷവും ഏതൊക്കെ തീയതിയിലാണ് ലോക AMR അവയർനെസ് വീക്ക് ആചരിക്കുന്നത്? നവംബർ 18 മുതൽ 24 വരെ. AMR എന്നാൽ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. എല്ലാ വർഷവും ആൻറ്റിബയോട്ടിക് ബന്ധപ്പെട്ട ഒരു വാരം ആഘോഷിക്കാറുണ്ട്. ഒരു 1 വീക്കിൻ്റെ ഒരു അവയർനെസ് വീക്ക് ആണ് AMR, ആൻറ്റിബയോട്ടിക്സിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് വീക്ക്. ഇത് നവംബർ 18 മുതൽ 24 വരെയാണ്. കഴിഞ്ഞ വർഷം കേരളത്തിൽ ഇതിനെക്കുറിച്ചുള്ള ആ സമയങ്ങളിൽ ഇതിൻ്റെ അവയർനെസ് വീക്ക് ഉണ്ടായിരുന്നു. അതായത് നവംബർ 18 മുതൽ 24 വരെ AMR അവയർനെസ് വീക്ക് ആയിട്ട് വേൾഡ് വൈഡ് ആചരിക്കുന്നുണ്ട്. ആൻറ്റിബയോട്ടിക് സാക്ഷരത നേടുന്നതിനുള്ള 2025 ഡിസംബർ അവസാന തീയതി കേരളം ലക്ഷ്യമിടുന്നതായി ആരാണ് പ്രഖ്യാപിച്ചത്? ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഹെൽത്ത് മിനിസ്റ്റർ ആണ് വീണ ജോർജ്. വീണ ജോർജ് ആണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. അതായത് ഡിസംബർ 2025 കൂടി കേരളത്തിൽ ആൻറ്റിബയോട്ടിക് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആകുമെന്നുള്ള പ്രഖ്യാപനം. ഇതനുസരിച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: പ്രൈം മിനിസ്റ്റർ മോദി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ G7 സമിറ്റ്. G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. G7 ഗ്രൂപ്പ് ഓഫ് 7 സമിറ്റ് ആരംഭിക്കുകയാണ്. ഇതനുസരിച്ച് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി G7 പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂൺ 18 നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് രാജ്യം സന്ദർശിച്ചു? കാനഡയിലെ കനാനിസ്റ്റിലാണ് ഈ പ്രാവശ്യത്തെ G7 ഉച്ചകോടി. ഈ ഒരു വലിയൊരു കോൺഫറൻസിൽ ഗ്രൂപ്പ് ഓഫ് 7 കൺട്രീസിൻ്റെ ആ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി കാനഡയിൽ എത്തിയിരിക്കുകയാണ്. G7 എന്ന് പറയുമ്പോൾ G7 7 കൺട്രീസ് ആണ്: ഫ്രാൻസ്, US, UK, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, കാനഡ, കൂടാതെ യൂറോപ്യൻ യൂണിയൻ. ഇന്ത്യ ഇല്ല. G7 എന്ന് പറയുമ്പോൾ അത് ഗ്രൂപ്പ് ഓഫ് 7 കൺട്രീസ്. ഇതിൽ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ആണ് US, UK, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, കാനഡ, യൂറോപ്യൻ യൂണിയൻ. 2025 ജൂൺ 18 നടന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ച കനേഡിയൻ പ്രധാനമന്ത്രിയുടെ പേര്
പ്രധാനമന്ത്രി മാർക്ക് കാർണി. G7 മീറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതായത് ജൂൺ 16, 17, 18 തീയതികളിൽ. ഇതിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിച്ചിട്ടുള്ള പ്രൈം മിനിസ്റ്റർ ആണ് കാനഡയുടെ മാർക്ക് കാർണി. മാർക്ക് കാർണിയാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയെ G7 മീറ്റിംഗ് പങ്കെടുക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചിട്ടുള്ളത്. അതായത് ഏതെങ്കിലും രാജ്യത്ത് നടക്കുന്ന ഏതെങ്കിലും വലിയൊരു സമ്മിറ്റ് അല്ലെങ്കിൽ വലിയൊരു ഉച്ചകോടി, ആ രാജ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുള്ളൂ മറ്റു രാജ്യങ്ങളെ പ്രൈം മിനിസ്റ്റേഴ്സിനെ ക്ഷണിക്കുക. ഇതനുസരിച്ച് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് കാനഡ ആണ് മാർക്ക് കാർണി. അദ്ദേഹമാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയെ ക്ഷണിച്ചിട്ടുള്ളത്. ഏതു വർഷം മുതൽ ഇന്ത്യ G7 ഉച്ചകോടിയിൽ പതിവായി പങ്കെടുത്തിട്ടുണ്ട്? 2003 ഫ്രാൻസിൽ നടന്നിട്ടുള്ള 2003 ഉച്ചകോടി, അന്നു മുതൽ എല്ലാ G7 ഉച്ചകോടിയിലും ഇന്ത്യൻ പ്രൈം മിനിസ്റ്റേഴ്സ് പങ്കെടുക്കുന്നുണ്ട്. ഇത് ഇപ്രാവശ്യത്തെ G7 ഉച്ചകോടി കാനഡയിലാണ്. ഇതിൽ പങ്കെടുക്കുമ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി 6ാമത്തെ തുടർച്ചയായിട്ടുള്ള ഒരു G7 സമ്മിറ്റിൽ, അതായത് ഉച്ചകോടിയിലാണ് പങ്കെടുക്കുന്നത്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഈ കഴിഞ്ഞ ദിവസം സൈപ്രസിലായിരുന്നു. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ 3 രാഷ്ട്രങ്ങൾ സന്ദർശനമാണ് സൈപ്രസ്, കാനഡ, ക്രൊയേഷ്യ. ഇതിൽ സൈപ്രസിൽ എത്തിയ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് അവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സിവിലിയൻ അവാർഡ് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മക്കാരിസ് III നൽകിയിട്ട് സൈപ്രസ് ഗവൺമെന്റ് അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്ത്യ ലാർജസ്റ്റ് ഗതിശക്തി കാർഗോ ടെർമിനൽ ഇൻ മനേഷർ. മനേഷറിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗതിശക്തി കാർഗോ ടെർമിനൽ. ഇതും ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗതിശക്തി കാർഗോ ടെർമിനൽ ആണ് മനേഷർ എന്ന സ്ഥലത്ത് ആരംഭിച്ചിരിക്കുന്നത്. മനേഷർ ഇത് ഗുഡ്ഗാവിനടുത്തുള്ള പ്രദേശമാണ്. ഇവിടെയാണ് മാരുതി സുസുക്കിയുടെ ഏറ്റവും വലിയ പ്ലാന്റ് ഉള്ളത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ കാർഗോ ടെർമിനലായ ഗതിശക്തി മൾട്ടി മോഡൽ കാർഗോ ടെർമിനൽ 2025 ജൂൺ 17 എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? മനേഷർ പ്ലാന്റ്, ഹരിയാനയിലെ മനേഷർ പ്ലാന്റിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ, അതായത് ഓട്ടോമൊബൈൽസിൻ്റെ ഐറ്റംസ്, ഓട്ടോമൊബൈൽസ് കാറുകൾ കയറ്റി അയക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ടെർമിനൽ ആരംഭിച്ചിട്ടുള്ളത്. ഇത് ഹരിയാനയിലെ മനേഷർ പ്ലാന്റ് ആണ്. മനേഷർ പ്ലാന്റ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാരുതി സുസുക്കിയുടെ പ്ലാന്റ്. ഇവിടെയാണ് ഇപ്പോൾ ജൂൺ 17 ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഗോ ടെർമിനൽ, ഗതിശക്തി മൾട്ടി മോഡൽ കാർഗോ ടെർമിനൽ ആരംഭിച്ചിട്ടുള്ളത്. ഹരിയാനയിലെ മാരുതി സുസുക്കിയുടെ മനേസറിൽ രാജ്യത്തെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ കാർഗോ ടെർമിനൽ ആരാണ് ഉദ്ഘാടനം ചെയ്തത്? കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇപ്പോഴത്തെ റെയിൽവേ മിനിസ്റ്റർ ആണ് അശ്വിനി വൈഷ്ണവ്. അദ്ദേഹമാണ് ഹരിയാനയിലെ മാരുതി സുസുക്കി, മനേഷറിലുള്ള മാരുതി സുസുക്കി അവിടുത്തെ ആ കാറുകൾ കയറ്റി അയക്കുന്നതിന് വേണ്ടിയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു കാർഗോ ടെർമിനൽ ആരംഭിച്ചിട്ടുള്ളത്. മനേഷർ വഴി പാട്ലി റെയിൽവേ സ്റ്റേഷനെ ബന്ധിപ്പിക്കുന്ന 10 കിലോമീറ്റർ ദൈർഘ്യമുള്ള സമർപ്പിത റെയിൽ ലിങ്ക് ഏത് ഇടനാഴിയുടെ ഭാഗമാകും? 121.7 കിലോമീറ്റർ ഹരിയാന ഓർബിറ്റൽ റെയിൽ കോറിഡോർ. ഹരിയാനയുടെ ഏറ്റവും വലിയൊരു പ്രൊജക്റ്റ് ആയിരുന്നു ഹരിയാന ഓർബിറ്റൽ റെയിൽ കോറിഡോർ. 121.7 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ഒരു ഹരിയാന ഓർബിറ്റൽ റെയിൽ കോറിഡോർ, ഇത് പല സ്റ്റേഷൻസിനെയും ഹരിയാനയിൽ ബന്ധിപ്പിക്കുന്ന ലെവലിലുള്ള ഒരു ഓർബിറ്റൽ ലെവലിലുള്ള ഒരു കോറിഡോർ ആണ്. ഈ ഒരു കോറിഡോറിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേഷൻ ആണ് പാട്ലി റെയിൽവേ സ്റ്റേഷൻ. പാട്ലി റെയിൽവേ സ്റ്റേഷന് 10 കിലോമീറ്റർ അകലെയാണ് മനേസർ എന്ന സ്ഥലത്തുള്ള മാരുതി സുസുക്കിയുടെ പ്ലാന്റ്. ഈ 10 കിലോമീറ്ററിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളതും, അതായത് ജൂൺ 17 ഇവിടെയാണ് മനേഷറിലാണ് ഗതിശക്തി ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ കാർഗോ ടെർമിനൽ ഗതിശക്തി മൾട്ടി മോഡൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് യൂണിയൻ മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവ്. മനേസറിലെ പാട്ലി റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന 10 കിലോമീറ്റർ റെയിൽ ലിങ്ക് ഏതൊക്കെ 2 സംഘടനകളാണ് സംയുക്തമായി വികസിപ്പിച്ചത്? HRIDC ആൻഡ് മാരുതി സുസുക്കി. HRIDC എന്നാൽ ഹരിയാന റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഹരിയാന റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനും മാരുതി സുസുക്കിയും സംയുക്തമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ഈ 10 കിലോമീറ്റർ റെയിൽ ലിങ്ക്. 800 കോടി മുതൽ മുടക്കിയിട്ടുള്ള ഒരു വലിയൊരു പ്രൊജക്റ്റ് ആയിരുന്നു മാരുതി സുസുക്കിയുടെ മനേഷറിലുള്ള ഈ ഒരു കോറിഡോറിലേക്ക്, അതായത് ഹരിയാന ഓർബിറ്റൽ റെയിൽ കോറിഡോറിലേക്ക് കണക്ട് ചെയ്യുന്ന ഈ 10 കിലോമീറ്റർ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ലാർജസ്റ്റ് എവർ ട്രൈബൽ എംപവർമെന്റ് ക്യാമ്പയിൻ ലോഞ്ച്ഡ്.
ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഗോത്രവർഗ ശാക്തീകരണ ക്യാമ്പയിൻ ആരംഭിച്ചു. ഇന്ത്യയിൽ ഈ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോത്രവർഗ ശാക്തീകരണ ക്യാമ്പയിൻ ആണ്. എന്താണ് ഈ ക്യാമ്പയിൻ്റെ പേര്? നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂൺ 15 മുതൽ ജൂൺ 30 വരെ ധർത്തി ആബ് ജൻ ഭാഗിദാരി അഭിയാൻ എന്ന പേരിൽ ഏറ്റവും വലിയ രാജ്യവ്യാപകമായ ക്യാമ്പയിൻ ആരംഭിച്ച മന്ത്രാലയം ഗോത്രകാര്യ മന്ത്രാലയം. മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ് ജൂൺ 15 മുതൽ ജൂൺ 30 വരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ട്രൈബൽ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളത്. ആ ക്യാമ്പയിൻ്റെ പേരാണ് ധർത്തി ആബ് ജൻ ഭാഗിദാരി അഭിയാൻ. ധർത്തി ആബ് ജൻ ഭാഗിദാരി അഭിയാൻ എന്ന ജൂൺ 15 മുതൽ ജൂൺ 30 വരെയുള്ള ഈ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ്, അതായത് ഗോത്രകാര്യ മന്ത്രാലയം. രാജ്യവ്യാപകമായി ഒരു വലിയ ആനുകൂല്യ സാച്ചുറേഷൻ ക്യാമ്പയിനായ ധർത്തി ആബ് ജൻ ഭാഗിദാരി അഭിയാൻ എത്ര ഗോത്ര ജില്ലകളിലാണ് ആരംഭിക്കുക? 549 ജില്ലകളിലായി 63,000-ലധികം ആദിവാസി ആധിപത്യമുള്ള ഗ്രാമങ്ങൾ. ഇന്നിപ്പോൾ ഏതാണ്ട് 549 ട്രൈബൽ ഡിസ്ട്രിക്ട്സിലും അതുപോലെ തന്നെ 207 PVTG ഡോമിനേറ്റഡ് ഡിസ്ട്രിക്ട്, അതായത് പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ്, അങ്ങനെയുള്ള 207 ഡിസ്ട്രിക്റ്റിൽ കൂടിയായിട്ടുള്ള ഒരു വലിയൊരു ക്യാമ്പയിൻ ആണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ആ ക്യാമ്പയിൻ്റെ പേരാണ് ധർത്തി ആബ് ജൻ ഭാഗിദാരി അഭിയാൻ. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുമ്പോൾ 549ഓളം ഡിസ്ട്രിക്റ്റുകളിൽ ആധാർ കാർഡ് എൻറോൾമെൻറ്റ്, അതിൻ്റെ അപ്ഡേറ്റ്സ്, കൂടാതെ തന്നെ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് കാർഡ് ഇഷ്യൂ ചെയ്യുക, ജൻധൻ ബാങ്ക് അക്കൗണ്ടുകൾ, പ്രൈം മിനിസ്റ്റർ കിസാൻ യോജന എൻറോൾമെൻറ്റ് എന്നിങ്ങനെ നിരവധി അവരുടെ ആനുകൂല്യങ്ങളെക്കുറിച്ച് അവരെ അറിയിക്കുകയും ഒപ്പം തന്നെ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റീസും ചെയ്ത് നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു ക്യാമ്പയിൻ ആണ്. കാരണം ഇത്തരത്തിലുള്ള പല ഡിസ്ട്രിക്റ്റിലും ഈ ട്രൈബൽസിന് ഇന്നും ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് കാർഡ് അല്ലെങ്കിൽ ജൻധൻ ബാങ്ക് അക്കൗണ്ടുകൾ, പ്രൈം മിനിസ്റ്റർ കിസാൻ യോജന എൻറോൾമെൻറ്റ് എന്നിവയെല്ലാം ലഭിക്കാത്ത ഒന്നാണ്. അത് പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ക്യാമ്പയിൻ ആണിപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്, ധർത്തി ആബ് ജൻ ഭാഗിദാരി അഭിയാൻ എന്ന പേരിൽ. നിലവിലെ കേന്ദ്ര ഗോത്രകാര്യമന്ത്രി ആരാണ്? ജുവൽ ഓറാം. യൂണിയൻ മിനിസ്റ്റർ ജുവൽ ഓറാം ആണ് ഇപ്പോഴത്തെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ട്രൈബൽ അഫയേഴ്സ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിങ് വേൾഡ് ഡേ ടു കോമ്പാറ്റ് ഡെസർട്ടിഫിക്കേഷൻ. മരുഭൂമീകരണത്തിനെതിരെ പോരാടുന്നതിനുള്ള ലോകദിനം. എന്നാണ് എല്ലാ വർഷവും വേൾഡ് ഡേ ടു കോമ്പാറ്റ് ഡെസർട്ടിഫിക്കേഷൻ എന്നത് ആചരിക്കുന്നത്? നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. മരുഭൂമീകരണത്തെയും വരൾച്ചയും നേരിടാനുള്ള ലോകദിനം വർഷം തോറും ഏത് തീയതിയിലാണ് ആചരിക്കുന്നത്? ജൂൺ 17. ഇന്നലെ ജൂൺ 17 ഇന്നലെയായിരുന്നു മരുഭൂമീകരണത്തെയും വരൾച്ചയും നേരിടാനുള്ള ലോകദിനം ആചരിക്കുന്നത്. ടു കോമ്പാറ്റ് ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രൗട്ട്. 2025 മരുഭൂമീകരണത്തെയും വരൾച്ചയും നേരിടാനുള്ള ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഭൂമി പുനഃസ്ഥാപിക്കുക, അവസരങ്ങൾ തുറക്കുക. റിസ്റ്റോർ ദി ലാൻഡ്, അൺലോക്ക് ദി ഓപ്പർച്യൂണിറ്റീസ്. ഇന്ന് പല രാജ്യങ്ങളിലും ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ വരൾച്ചയാണ്. ലോകത്ത് ഇന്ന് ഗ്ലോബലി തന്നെ പറയാൻ പറ്റും, പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ വരൾച്ച വളരെയധികം ബാധിക്കുകയും ആ പ്രദേശങ്ങളിലൊക്കെ ഭക്ഷ്യക്ഷാമം വളരെയധികം ഉണ്ടാകുന്ന ഒന്നാണ്. ഇതിനെയെല്ലാം ചെറുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ദിനം എന്ന ലെവലിലാണ് ജൂൺ 17 കോമ്പാറ്റ് ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രൗട്ട് എന്ന രീതിയിൽ ആചരിക്കുന്നത്. മരുഭൂമീകരണത്തെയും നേരിടാനുള്ള ലോകദിനം ഏത് വർഷത്തിലാണ് ആരംഭിച്ചത്? 1994. 1994 അതായത് ആ വർഷം മുതൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള പ്രാധാന്യം വന്നു. മരുഭൂമീകരണത്തെ നേരിടാനുള്ള ആ ഒരു ദിനം. അതിനുശേഷം പിന്നീട് 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും ജൂൺ 17 കോമ്പാറ്റ് ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രൗട്ട് എന്ന പേരിൽ ഒരു ദിനം ആചരിക്കാൻ തുടങ്ങി. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും അതുമായി ബന്ധപ്പെട്ട ജനറൽ നോളജ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജെഡിസ് കറണ്ട് അഫയേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.